ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബിൽ ലോഗോ മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ യൂട്യൂബിൽ ഒന്ന് നമ്മൾ കാണിച്ചു തരാൻ പോവുകയാണ് എങ്ങനത്തെ ലോഗോയാണ് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ യൂട്യൂബ് ഒന്ന് എടുക്കാം. യൂട്യൂബിൽ നമ്മളിപ്പോഴത്തെ ചാനലിൻ്റെ ലോഗോയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ക്രിയേറ്റീവ് ഫയർ എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുക. നമ്മൾ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായാലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ ലോഗോ. ഇതാണ് നമ്മുടെ ലോഗോ. ഇതുപോലത്തെ ഒരു ലോഗോയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്യാൻവ എന്ന ആപ്പ് ആദ്യം തുറക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും താഴെ നമുക്ക് തംബ്നെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ അത് ക്ലിക്ക് ചെയ്യുക. നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, അതാണ് താമസിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ സെർച്ച് ചെയ്യണം. അതിൻ്റെ അകത്ത് നമ്മൾ സെർച്ച് യൂട്യൂബ് തംബ്നെയിൽ ലോഗോ എന്നടിച്ച് കൊടുത്താലും മതി. അപ്പോൾ യൂട്യൂബ് തംബ്നെയിൽ ലോഗോ അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പോലെ ഇഷ്ടംപോലെ ലോഗോസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മേലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇഷ്ടംപോലെ ലോഗോ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു ലോഗോ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ട ഒരു ലോഗോ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് സ്പൈസ് അത് എടുത്താലോ. അപ്പോൾ ഇത് ഞാൻ എഡിറ്റ് ചെയ്തത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, അതാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലോഗോ ഇവിടെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് താഴെ എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് പേരാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് ഫണ്ണീസ് കൊടുക്കുകയാണ്. ഒഫീഷ്യൽ ചാനലിൻ്റെ അവിടെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. എല്ലാം എഡിറ്റിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അതിൻ്റെ അകത്ത് തൊട്ടാൽ നമുക്ക് എല്ലാം മാറ്റാൻ സാധിക്കുന്നതാണ്. നമ്മളവിടെ ഫണ്ണി വീഡിയോസ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഒരു 5 മിനിറ്റിൽ നമുക്കൊരു പുതിയ ലോഗോ മേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്കിനി സേവ് ചെയ്യണമെങ്കിൽ അവിടെ സേവ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണിക്കാൻ സാധിക്കും. നമ്മുടെ താഴേക്ക് ആരോ മാർക്കുള്ള ഒരു ഓപ്ഷൻ, അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സേവ് ആകുന്നതാണ്. നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. താഴേക്കുള്ളൊരു ആരോ മാർക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് സേവ് ആസ് ഇമേജ് എന്ന് പറഞ്ഞൊരു ഇത് സ്ക്രീനിൽ തെളിഞ്ഞു വരും. അത് നമ്മുടെ ഗാലറിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കോളും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ പോയി പ്രൊഫൈൽ എടുത്ത് അതിലേക്ക് ആക്കിയാൽ മാത്രം മതി. നമ്മളിവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗാലറിയിൽ ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ യൂട്യൂബിൽ പോയി എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് കാണിച്ചു തരികയാണ്.